ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മഹാദേവനെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് സഹദേവനും ചന്ദ്രമതിയും പൃഥ്വിയും കൂടി എത്തുന്നു. റിസപ്ഷനിൽ നിന്ന് എവിടെയാണ് മഹാദേവൻ അഡ്മിറ്റ് ആയിരിക്കുന്ന അന്വേഷിച്ച് ഐസിയുലേക്ക് അവർ ഓടിയെത്തുമ്പോൾ അവിടെ ഇരിക്കുന്ന പൂർണിമയെയും ദുർഗയെയും കിരണിനെയും കാണാനിടയായി. ഉടനെ പൂർണിമയ്ക്കരികിലേക്ക് എത്തി പൃഥ്വി കാര്യം അന്വേഷിക്കുമ്പോഴേക്കും ഡോക്ടർ ഇതുവരെ പുറത്തേക്ക് വന്നില്ല, ഒന്നും പറഞ്ഞില്ല എന്ന് പൂർണിമ മറുപടി നൽകുമ്പോൾ ഡോക്ടർ അവിടേക്ക് എത്തി. ഡോക്ടർ വന്ന് പറഞ്ഞു, ഇതൊരു കാർഡിയക് അറസ്റ്റ് ആയിരുന്നോ എന്ന് ഞങ്ങൾക്ക് ചില സംശയമുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ മാനസിക നിലയും അതെങ്ങനെയാണെന്ന് ഒരാൾക്കും അങ്ങനെ അങ്ങ് പെട്ടെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ചില ടെസ്റ്റുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് അയാൾ വല്ലാതെ ടെൻസ്ഡ് ആയിരുന്നെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് വല്ലാതെ സംഘർഷഭരിതമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് അറിയിച്ചു. അപ്പോഴേക്കും നേഴ്സ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു, സാർ, ആ പേഷ്യന്റിന് കോൺഷ്യസ് ആയിട്ടുണ്ട്, അദ്ദേഹം ഒരു പൂർണിമയെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ ഡോക്ടർ ഇതിലാരാ പൂർണിമ എന്ന് ചോദിച്ചതും പൂർണിമ മുന്നിലേക്ക് എത്തി. അപ്പോഴേക്കും പൂർണിമയെ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നും പൂർണിമ അകത്ത് കയറി കണ്ടോളാനായി അറിയിച്ചതോടെ പൂർണിമ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, ഞാനും കൂടെ വരാം. അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, പറ്റില്ല, ഒരേ സമയത്ത് ഒരാളെ മാത്രമേ പറ്റുള്ളൂ. തൽക്കാലം പൂർണിമ പോയിക്കോളൂ, പിന്നെ കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് സംസാരിക്കാൻ വഴിയൊരുക്കരുത് എന്ന് പറഞ്ഞ് പൂർണിമയോട് കയറി കണ്ടോളാനായിട്ട് അറിയിച്ചു. പൂർണിമ വേഗം തന്നെ മഹാദേവന്റെ അടുത്തേക്ക് പോകുമ്പോൾ കിരണിനെയും ദുർഗയും സംശയത്തോടെ നോക്കുകയാണ് ചന്ദ്രമതിയും സഹദേവനുമെല്ലാം. ഐസിയുവിനുള്ളിൽ കിടക്കുന്ന മഹാദേവന്റെ അടുത്തേക്ക് എത്തിയ പൂർണിമ ചെറിയച്ച എന്ന് വിളിച്ച് ആ കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് കണ്ണു തുറന്ന മഹാദേവൻ പൂർണിമയോട് സംസാരിക്കാൻ തയ്യാറായി. സോറി ചെറിയച്ച, എന്റെ ഭാഗത്ത് ആ തെറ്റ് സംഭവിച്ചത്. അവര് വീട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചെറിയച്ചനെ വിളിക്കാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്ക് ചെറിയച്ച. അവര് പറയുന്നതൊക്കെ സത്യത്തിൽ അത് അത്ര കാര്യമായി എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിക്ക് തെറ്റുപറ്റി, ചെറിയച്ചൻ എന്നോട് ക്ഷമിക്കുന്ന പറഞ്ഞ് പൂർണിമ സങ്കടപ്പെടുമ്പോൾ അത് കേട്ട് നിന്ന മഹാദേവൻ പറഞ്ഞു, മോളെ പൂർണിമയും തെറ്റ് ചെയ്തത് നീയല്ല, ഞാനാണ്. അത് കേട്ടതും വേഗം പൂർണിമ മഹാദേവന്റെ കൈ മാറ്റി കയ്യിൽ നിന്ന് തന്റെ കൈ പിൻവലിച്ചാകെ ഞെട്ടലോടെ നോക്കി. ഉടനെ മഹാദേവൻ പറഞ്ഞു, മോളെ പൂർണിമയും ദുർഗയും കിരണും പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. കിരൺ എന്റെ മകനാണ്. അത് കേട്ടതും വിശ്വസിക്കാനാകാതെ പൂർണിമ ചാടി എഴുന്നേറ്റ് ആകെ ആശങ്കപ്പെട്ടങ്ങനെ നിൽക്കുമ്പോൾ മഹാദേവൻ പറഞ്ഞു, പക്ഷേ ഇപ്പോ ഈ സത്യം ആരുടെയും മുന്നിൽ എനിക്ക് വെളിപ്പെടുത്താനാവില്ല. എന്റെ മകനാണ് കിരൺ എന്നുള്ള സത്യാവസ്ഥ ആരോടും പറയാനാവില്ല. പ്രത്യേകിച്ച് ചന്ദ്രമതിയും പൃഥ്വിയും ഇതൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് മോൾ എനിക്കൊരു വാക്ക് തരണം, ഇതാരും തന്നെ അവർ അറിയാൻ പാടില്ല എന്ന്, അവരാരും അറിയില്ല എന്ന്. ചന്ദ്രമതിയുടെയും പൃഥ്വിയുടെയും മുന്നിൽ കിരൺ എന്റെ മകനാണെന്ന് പറഞ്ഞ് എനിക്ക് ചെന്ന് നിൽക്കാനാവില്ല. ഒരുപക്ഷെ ഇവിടുന്ന് ഞാൻ ചിലപ്പോ പുറത്തേക്ക് അല്ലെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വന്നില്ല എന്നിരിക്കും. എങ്കിലും ഒരിക്കലും ഈ സത്യം പുറത്താരും അറിയരുത്. അങ്ങനെ വന്നാൽ ചന്ദ്രമതിയുടെയും പൃഥ്വിയുടെയും മുന്നിൽ ഞാനൊരു ചതിയനെ പോലെയായി മാറും. സത്യത്തിൽ ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തതല്ല. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ, ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ, ഞാൻ ആ പെൺകുട്ടിക്ക് ഒരു കുഞ്ഞിനെ സമ്മാനിച്ചിട്ട് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു മകൻ ഈ നാട്ടിൽ ഈ ലോകത്ത് അനാഥനായി വളർന്നപ്പോൾ ഞാൻ സുഖിച്ച് ജീവിക്കുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞ് മഹാദേവൻ സ്വയം കുറ്റപ്പെടുത്തുന്ന കേട്ടപ്പോൾ പൂർണിമ പറഞ്ഞു, ചെറിയച്ചൻ വിഷമിക്കാതെ, ഇതൊന്നും തന്നെ നമ്മളാരും അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു, മോളെ നീ എനിക്ക് വാക്ക് തരണം, ഈ സത്യം മറ്റാരും അറിയില്ല എന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാദേവൻ തൻ്റെ കയ്യിൽ തൊട്ട് പൂർണിമയോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെട്ടതും പൂർണിമ കുറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം മഹാദേവന്റെ കയ്യിലേക്ക് തൻ്റെ കൈ ചേർത്ത് വെച്ച്, ഇല്ല ചെറിയച്ച, ഞാനായിട്ട് ഇത് ആരോടും പറയില്ല എന്ന് പൂർണിമ വാക്ക് നൽകി. അതോടെ മഹാദേവൻ സമാധാനത്തോടെ പുഞ്ചിരിയോടെ പൂർണിമയിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് കിട്ടിയതിന്റെ സമാധാനത്തിൽ അവിടെ കിടക്കുമ്പോഴേക്കും കണ്ണുനീരെല്ലാം തുടച്ച് അങ്ങനെ സമാധാനത്തോടെ കിടക്കുമ്പോൾ പൂർണിമ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും കാത്ത് ചന്ദ്രമതിയും പൃഥ്വിയും കാത്തു നിൽക്കുകയായിരുന്നു. പൂർണിമ വന്നതും എന്താ 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 മഹിയേട്ടൻ പറഞ്ഞത് എന്ന് ചന്ദ്രമതി അന്വേഷിച്ചു. ഈ കുഴപ്പമൊന്നുമില്ല, ചെറിയച്ഛന് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. ഉടനെ ചന്ദ്രമതി ചോദിച്ചു, അത് പറയാനാണോ പൂർണിമ നിന്നെ അകത്തേക്ക് വിളിപ്പിച്ചതെന്ന് ചോദിച്ചു. പൃഥ്വി വേഗം ചന്ദ്രമതി സമാധാനപ്പെടുത്തി അവിടുത്തെ ചെയറിലേക്ക് കൊണ്ടുചെന്നിരുത്തി. അപ്പോഴേക്കും കിരണിന്റെയും ദുർഗയുടെ അടുത്തേക്ക് ചെന്ന് പൂർണിമ പറഞ്ഞു, നിങ്ങളൊന്ന് വന്നേ എന്ന് പറഞ്ഞ് ഇരുവരെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പൂർണിമയെ അവരെയും വിളിച്ചുകൊണ്ട് പോകുന്നത് സംശയത്തോടെ നോക്കി നിൽക്കുകയാണ് സഹദേവൻ. പൃഥ്വിയും ആകെ സംശയത്തോടെ ആ കാഴ്ചകൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ടെന്നൊരു സംശയം, അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിനെ അലട്ടി.
പൂർണിമ ദുർഗയെയും കിരണിനെയും മാറ്റി നിർത്തിയിട്ട് അവരോട് ഇരുവരോടുമായിട്ട് പറഞ്ഞു, അതെ, ചെറിയച്ഛൻ എന്നോട് തുറന്നു പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ചെറിയച്ഛൻ എന്നോട് പറഞ്ഞു എന്നറിയിച്ചതും ദുർഗയ്ക്കും കിരണിനും അതെല്ലാം കേട്ട് ആശ്വാസം തോന്നുന്നു. സ്വന്തം അച്ഛൻ തന്നെ അംഗീകരിച്ചു എന്ന സമാധാനമായിരുന്നു കിരണിനപ്പോ തന്റെ മനസ്സിൽ. അങ്ങനെ അവരുടെ ആ നീക്കം സക്സസ് ആയി എന്ന ചിന്തയിൽ അങ്ങനെ നിൽക്കുമ്പോഴേക്കും കിരണിന്റെ അടുത്തേക്ക് ദുർഗ ചെല്ലുമ്പോഴേക്കും വളരെ സന്തോഷത്തോടെ കിരൺ തിരിഞ്ഞു നോക്കുമ്പോൾ പൂർണിമ പറഞ്ഞു, പക്ഷെ ആരോടും ഇപ്പോൾ ഈ സത്യം തുറന്നു പറയാൻ പറ്റുന്ന കണ്ടീഷനല്ല. ഈ സത്യം ഇപ്പോ ചെറിയച്ഛൻ ആർക്കും മുന്നിൽ വെളിപ്പെടുത്താനും ആവില്ല. ചെറിയച്ഛന്റെ ഹെൽത്ത് ഒന്ന് ഓക്കെ ആകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഈ സത്യം മറ്റാരുടെയും മുന്നിൽ വെളിപ്പെടുത്തരുത്. തൽക്കാലം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് പറയുമ്പോൾ കിരൺ വല്ലാതെ സങ്കടത്തോടെ അങ്ങനെ നിന്നു. ഉടനെ കിരൺ പറഞ്ഞു, ഇല്ല, ഞാനായിട്ട് ആരോടും ഇതൊന്നും പറയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ദുർഗയും പറഞ്ഞു, ഇല്ല ചേച്ചി, ഞങ്ങളായിട്ട് ഈ കാര്യം തൽക്കാലം ആരോടും പറയില്ല എന്ന് അവർ രണ്ടുപേരും സമ്മതിച്ചു. പക്ഷെ ഇത്രയും കാലം അനാഥനായി ജീവിച്ച കിരണിന് തന്റെ സ്വന്തം അച്ഛനെ അവർക്ക് എല്ലാവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കാൻ കിരണിന് കഴിയില്ലേ എന്ന് ചോദിച്ചിട്ടും അതിനൊക്കെ ചെറിയച്ഛൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് മെച്ചമായി കഴിയുമ്പോൾ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചു നിൽക്കുന്നത് അവിടെ റിസപ്ഷനടുത്തേക്ക് എത്തിയ സഹദേവനും ചന്ദ്രമതിയും ആ കാഴ്ച കണ്ടു. സഹദേവൻ പറഞ്ഞു, അതെ, ചേട്ടനൊന്നും പറഞ്ഞില്ലെന്നല്ലേ അവൾ പറഞ്ഞത്, എന്നിട്ട് അവരെ മാറ്റി നിർത്തി അവൾ സംസാരിക്കുന്നത് കണ്ടോ? സത്യത്തിൽ അവര് മൂന്നുപേര് സംസാരിച്ചു നിൽക്കുന്നതിനിടയിലല്ലേ ചേട്ടന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്? അപ്പോൾ ശരിക്കും ഇതിന് അന്നേരം സംസാരിച്ച കാര്യത്തിന്റെ ബാക്കി എന്തെങ്കിലും ആയിരിക്കുമോ ഇനി ചേട്ടൻ അവരോട് പറഞ്ഞിട്ടുണ്ടാവുക? അതായിരിക്കുമോ പൂർണ്ണം ഇവിടെ വന്ന് ഇവരോട് സംസാരിക്കുന്നത്? എൻ്റെ ഏട്ടത്തി ഇങ്ങനെ ഒരു മണ്ടിയെ പോലെ നിൽക്കരുത്. ഏട്ടത്തിയാണ് ഏട്ടന്റെ ഭാര്യ, അത് മറക്കണ്ട. പൂർണിമയോടല്ല, ഏട്ടത്തിയോടാണ് കാര്യങ്ങളൊക്കെ പറയേണ്ടതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും അവളാണല്ലോ എല്ലാവരുടെയും കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്. അവൾക്കാണല്ലോ എല്ലാവരുടെയും കാര്യങ്ങൾ അറിയാനുള്ള അവകാശവും ഒക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ അവള് മുൻപന്തിയിൽ കയറി നിൽക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ പൃഥ്വി അവിടേക്ക് എത്തി. എന്താ അമ്മേ, എന്താ ഈ പറഞ്ഞു വരുന്നത് എന്ന് ചോദിച്ചതും, അതെ എടാ, നീ ഇങ്ങനെ നടന്നു, നിന്നെയും നമ്മൾ രണ്ടുപേരൂടെ ഉണ്ടായിട്ട് പൂർണിമയെ മാത്രം എന്തിനാണ് അകത്തേക്ക് വിളിപ്പിച്ചത് മഹിയേട്ടൻ എന്ന് ചോദിച്ചു. അല്ലെങ്കിലും പണ്ട് മുതലേ അവളോടാണല്ലോ മഹിയേട്ടന് കൂടുതൽ താല്പര്യവും മഹിയേട്ടൻ എല്ലാ കാര്യങ്ങളും പറയുന്നതും എന്നൊക്കെ ചോദിച്ചപ്പോൾ ഉടനെ പൃഥ്വി പറഞ്ഞു, എൻ്റെ അമ്മ എന്തൊക്കെയാ പറയുന്നത്? സത്യത്തിൽ കുഴഞ്ഞു വീണപ്പോ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചതേ പൂർണിമ ചേച്ചിയല്ലേ അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. അതുകൊണ്ടാണ് അച്ഛൻ ചേച്ചിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചത്. അല്ലാതെ നമ്മളിവിടെ വന്നിട്ടുണ്ടോന്നൊന്നും അച്ഛൻ അറിയില്ലല്ലോ എന്ന് ചോദിച്ചതും ചന്ദ്രമതി പറഞ്ഞു, അല്ലെങ്കിലും പണ്ട് മുതലേ മഹിയേട്ടൻ ഇങ്ങനെയാണല്ലോ, നമ്മളോടൊരു കാര്യവും മഹിയേട്ടൻ പറയാൻ തയ്യാറാവില്ലല്ലോ. മഹിയേട്ടൻ എപ്പോഴും എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത് അവളുമായിട്ട് തന്നെയല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ചന്ദ്രമതി അങ്ങ് നിൽക്കുമ്പോൾ സഹദേവൻ പറഞ്ഞു, സത്യത്തിൽ അവിടെ പുറത്തു നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന അവര് ആ വാക്കുകൾ കേട്ടിട്ടായിരിക്കും, അവരുടെ സംസാരം കേട്ടിട്ടായിരിക്കും ചിലപ്പോൾ ചേട്ടന് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. സത്യത്തിൽ അവിടെ വെച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യം എന്തായാലും അതിൻ്റെ ഒരു തീരുമാനം പറയാനോ അല്ലെങ്കിൽ ആ കാര്യം പൂർണ്ണമായും സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി മറ്റോ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും അവളെ അകത്തേക്ക് ചേട്ടൻ വിളിപ്പിച്ചതെന്നൊക്കെ സഹദേവൻ പറയുമ്പോൾ അതെല്ലാം കേട്ടുനിന്ന ചന്ദ്രമതി പറഞ്ഞു, എന്തായാലും എന്താ സംസാരിച്ചെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം വെച്ചതും പൃഥ്വി പറഞ്ഞു, എൻ്റെ അമ്മയൊന്ന് സമാധാനപ്പെട്ടിരിക്കേ, അങ്ങനെയൊന്നും ആയിരിക്കില്ല. ചേച്ചിക്ക് നമ്മളെ കഴിഞ്ഞിട്ടേ മറ്റെന്തോ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിന്റെ കാര്യമാണ് ചേച്ചിക്ക് പ്രധാനം. അതുകൊണ്ട് ചേച്ചി ആരോടും ഒരു ചതിയും കാട്ടില്ല എന്ന് പറഞ്ഞ് പൃഥ്വി അങ്ങനെ നിന്നു. അപ്പോഴാണ് ചിറക്കല് സിറ്റൗട്ടിൽ കിടക്കുന്ന ദേവന്റെ അടുത്തേക്ക് എത്തി വസുമതി ബഹളം വെച്ചു, അതെ, നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്നാൽ മതിയോ? നിങ്ങൾ രണ്ടുപേരും ഇക്കാര്യത്തിലുള്ള തീരുമാനം പറ. ഇന്ന് അഷിയുടെ അമ്മായിച്ചനെ കാണാൻ പോകുന്നതിനെ കുറിച്ച് ആരും എന്തോ ഒരു തീരുമാനം പറയാത്തത് എന്ന് ചോദിച്ചപ്പോൾ അടുത്ത് നിന്ന് സൗദാമിനിയമ്മ പറഞ്ഞു, അല്ല, ഇപ്പൊ അങ്ങോട്ട് പോകണമെന്ന് എന്താ ഇത്ര നിർബന്ധം? രണ്ടുപേർക്കും അങ്ങോട്ട് പോകാനായിട്ട് വല്ലാത്ത താല്പര്യമുള്ളത്. അവിടെ ദുർഗ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അവിടെ ചെന്നിട്ട് ദുർഗയെ ഇവിടെ ബഹളം ഉണ്ടാക്കണം, അതാണല്ലോ നിങ്ങളുടെ ആവശ്യം. അതിനുവേണ്ടിയാണല്ലോ നിങ്ങളിപ്പോൾ പോകാനായിട്ട് തയ്യാറെടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ദേവനും സൗദാമിനിയമ്മയും പറയുന്നത് കേട്ട് വസുമതി പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് മുതലേ ദുർഗയുടെ സൈഡാണല്ലോ നിങ്ങൾ രണ്ടുപേരും, അതിനുവേണ്ടിയാണല്ലോ നിങ്ങൾ വാ തുറക്കുന്നത് പോലും. പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇക്കാര്യത്തിൽ ഇനി മറിച്ചൊരു തീരുമാനമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ചിറക്കിലേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഞാൻ പോകും, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് ആര് വന്നാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് വസുമതി അങ്ങ് നിൽക്കുമ്പോഴേക്കും സൗദാമിനിയമ്മ പറഞ്ഞു, എൻ്റെ വസുമതി, നീ വെറുതെ ചെന്ന് ആശുപത്രി ചെന്ന് ദുർഗയെ കണ്ട ആ നിമിഷം തന്നെ നിങ്ങൾ രണ്ടിൻ്റെയും പരിസരബോധം ഇല്ലാതാവും. അതുകൊണ്ട് രണ്ടുപേരും അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനാണ്. എന്തായാലും
ഒരു കാര്യം ഞാൻ പറയാം, ആദ്യം അക്ഷയെ വിളിച്ച് എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അന്വേഷിക്കുക, എന്നിട്ട് പോയാൽ പോരെ. അപ്പോഴേക്കും അത് കേട്ട് നിന്ന ഗിരിജ പറഞ്ഞു, ഏട്ടത്തി അത് തന്നെയാ നല്ലത് നാത്തൂനെ. സത്യത്തിൽ ഇപ്പോ ചേട്ടൻ പറഞ്ഞു തന്നെയാ ശരി. അവിടെ അക്ഷയെ വിളിച്ച് ചോദിക്കാം, എന്നിട്ട് അങ്ങോട്ട് പോകാം. ചിലപ്പോ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ ആരെയും കാണിക്കുന്നില്ല എങ്കിൽ പിന്നെ വെറുതെ അവിടെ പോയി നിന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. അത് കേട്ടതും സൗദാമിനിയമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ മോനെ ദേവാ, ആദ്യമായിട്ടാണ് നിന്റെ പെങ്ങൾ നീ പറഞ്ഞ കാര്യം ഒന്ന് അംഗീകരിക്കുന്നത്. എന്തായാലും ഇന്ന് കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് സൗദാമിനിയമ്മ ചിരിക്കുന്നത് കണ്ട് അടുത്തുനിന്ന് ഗിരിജ പറഞ്ഞു, അതെ, ഞാൻ സത്യമായിട്ടുള്ള കാര്യങ്ങളും ന്യായമായിട്ടുള്ള കാര്യങ്ങളും അംഗീകരിക്കും, അതിൽ എനിക്ക് യാതൊരു മടിയുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് കേട്ട് ഉടനെ ചിരിച്ചുകൊണ്ട് സൗദാമിനിയമ്മ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാവല്ലോ, നീ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യപ്പെടാത്ത ഒരാളാണെന്ന്. പക്ഷേ രണ്ടുപേരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മോശം നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ കാണുമ്പോൾ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ മറ്റെല്ലാം മറക്കും. പിന്നെ അവർ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം നിങ്ങളുടെ കണ്ണിൽ കുറ്റമായും തോന്നും. അതാണ് ഇവിടെയും സംഭവിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ സൗദാമിനി അമ്മയോട് ദേഷ്യത്തോടെ ഗിരിജയും വസുമതയും ചോദിച്ചു, അത് ശരി, അപ്പോൾ അമ്മയ്ക്ക് ഞങ്ങളെ രണ്ടുപേരെ ഇഷ്ടമില്ല, അതുകൊണ്ടാണല്ലോ ഞങ്ങളെ കാണുമ്പോഴൊക്കെ രണ്ടുപേരും കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ച് സംസാരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സൗദാമിനിയമ്മ പറഞ്ഞു, അതെ, അതൊക്കെ നിന്റെ തോന്നലാണ്. എൻ്റെ കണ്ണിൽ ആർക്കും യാതൊരു വ്യത്യാസവും ഇല്ല, എല്ലാവരും എനിക്ക് ഒരുപോലെ തന്നെയാണ്, ആരോടും ഞാൻ പക്ഷഭേദവും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞ് സൗദാമിനിയമ്മ ചിരിക്കുമ്പോൾ ഇത് കേട്ട് നിന്ന സൗദാമിനിയമ്മയുടെ വാക്കുകൾ കേട്ട ഗിരിജ പറഞ്ഞു, ഓ അതെ അതെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് പറഞ്ഞു വാ നാത്തൂനെ എന്ന് വിളിച്ച് അവിടെ നിന്ന് വസുമതയും വിളിച്ചുകൊണ്ട് ഗിരിജ അകത്തേക്ക് പോയി. അപ്പോഴാണ് ഹോസ്പിറ്റലിലെ പൂർണിമയും കിരണും ദുർഗയും കൂടി വേഗം ഐസിയുനടുത്തേക്ക് നടന്നു വരുമ്പോൾ അവർക്ക് മുന്നിലേക്ക് ചന്ദ്രമതിയും പൃഥ്വിയും സഹദേവനും കൂടി എത്തി. എന്താ മഹേട്ടൻ, എന്താ നിന്നെ അകത്ത് വിളിച്ചപ്പോ പറഞ്ഞത്? എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയിലുള്ള രഹസ്യം? എനിക്കത് അറിയണം എന്ന് പറഞ്ഞ് ചന്ദ്രമതി ബഹളം ഉണ്ടാക്കി. പൂർണിമ പറഞ്ഞു, അതിന് ചെറിയച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല ചെറിയമ്മേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും സഹദേവൻ ചോദിച്ചു, അല്ല ഇവരിപ്പോ എന്തിനാണ് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വന്നത് എന്ന് സഹദേവൻ ദുർഗയോടും കിരണിനോടും ചോദിച്ചു. ഞങ്ങള് വെറുതെ വന്നതാ എന്നിങ്ങനെ ദുർഗ മറുപടി നൽകുമ്പോൾ, വെറുതെ അങ്ങ് വരാൻ എന്താ, അവിടെ വല്ല സൂപ്പർ മാർക്കറ്റോ മറ്റോ ആണോ, ചുമ്മാ വന്നിട്ട് പോകാനായിട്ട് എന്ന് മഹാദേവനും ചന്ദ്രമതിയും ഇരുവരെയും ചോദ്യം ചെയ്തു. സത്യം പറഞ്ഞു, അതാ നല്ലത്, നിങ്ങൾ രണ്ടുപേരും എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ കിരൺ പറഞ്ഞു, ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ എവിടേക്ക് വന്നതാ, ധനുമോളെ ഒന്ന് കാണാനാണെന്ന് ഉടനെ ദുർഗ പറഞ്ഞു. അത് കേട്ട പൂർണിമ അതാണ് ശരിയെന്ന് തല കുലുക്കുമ്പോൾ സഹദേവൻ പറഞ്ഞു, അത് ശരി, ഇപ്പൊ ധനുമോളെ കാണാനാണ് നിങ്ങൾ വന്നത്, എന്നിട്ട് മോളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നിങ്ങൾ പുറത്തു നിന്ന് അകത്തേക്ക് പോലും കയറാതെ പുറത്തു നിന്ന് എന്താ സംസാരിച്ചുകൊണ്ട് നിന്നത് എന്ന് സഹദേവൻ ചോദിച്ചപ്പോൾ പൂർണിമ പറഞ്ഞു, മോളെ കാണാൻ വേണ്ടി തന്നെ ചെറിയ ഇവര് വന്നത്. ചെറിയ വീണ്ടും വീണ്ടും നിങ്ങൾ സംശയത്തോടെ സംസാരിക്കുന്നത് ചോദിച്ചപ്പോൾ ഉടനെ സഹദേവൻ ദേഷ്യത്തോടെ പൂർണിമയോട് പറഞ്ഞു, പൂർണിമയെ, നീ ഇതുവരെ പറഞ്ഞ എല്ലാം തന്നെ പച്ച കള്ളമാണെന്ന് നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് കേട്ട ചന്ദ്രമതി ചോദിച്ചു, പൂർണിമയെ സത്യം പറ, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഒരു രഹസ്യവും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാനാ അറിയേണ്ടത്, മര്യാദയ്ക്ക് നീ പറഞ്ഞു, നിന്നെ എന്തിനാ അവിടേക്ക് വിളിപ്പിച്ചെന്ന് ചോദിച്ചപ്പം പൃഥ്വി പറഞ്ഞു, എൻ്റെ അമ്മയെ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി എന്തിനാ അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന്, പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ പൂർണിമ പറഞ്ഞു, സത്യമാണമ്മേ, എന്നോട് കൊച്ചച്ഛൻ പറഞ്ഞത് കൊച്ചച്ഛൻ ഒരു കുഴപ്പവും ഇല്ല എന്നും വേഗം തന്നെ റിക്കവറായി നമുക്ക് എല്ലാവർക്കും അരികിലേക്ക് വരുമെന്നും ഒക്കെ തന്നെയാണ്, അല്ലാതെ വേറൊന്നും കൊച്ചച്ഛൻ തന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പൂർണിമ ആണയിട്ട് പറയുന്നു. എല്ലാം കേട്ടതും വേഗം തന്നെ ദേഷ്യത്തോടെ ചന്ദ്രമതിയും പൃഥ്വിയുമൊക്കെ ദുർഗയെയും കിരണിനെയും മാറി മാറി ചോദ്യം ചെയ്യുന്നു. ഒടുവിൽ ദുർഗയ്ക്ക് ഒരു ഫോൺ കോൾ വന്നതും സത്യം പറയാൻ ദുർഗ തയ്യാറായി നിൽക്കുമ്പോഴേക്കും കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ദുർഗ അപ്പുറത്തേക്ക് മാറി. ഇത് കണ്ട ഉടനെ തന്നെ ദുർഗ മനഃപൂർവ്വം അത് മാറ്റി തള്ളിച്ചതാണെന്നും ദുർഗയുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ചന്ദ്രമതി നിൽക്കുമ്പോഴേക്കും സത്യം പറയാൻ ദുർഗ നിർബന്ധിതയായി. അങ്ങനെ സത്യം പറയാൻ തുടങ്ങുന്ന ദുർഗയുടെ ഫോണിലേക്ക് പെട്ടെന്ന് ഒരു കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്തിട്ട് താൻ വരാമെന്ന് പറഞ്ഞ് ദുർഗ കോളുമായി അപ്പുറത്തേക്ക് പോകുമ്പോൾ സഹദേവനും ചന്ദ്രമതിയും പറഞ്ഞു, ഇത് അവളുടെ അടവ് തന്നെയാണ്. അപ്പോഴാണ് ദുർഗയുടെ ഫോണിലേക്ക് ജോർജ് സാർ വിളിച്ചത്. ജെഡി എന്തായി കാര്യങ്ങൾ എന്ന് ചോദിച്ചതും നടന്ന സംഭവങ്ങളൊക്കെ വിശദമായി ദുർഗ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞതും അദ്ദേഹം പറഞ്ഞു, തൽക്കാലം നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം, ഇവിടെ എന്ത് സംഭവിച്ചാലും കൂടുതൽ റിസ്ക് നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഒരാഴ്ച കൂടി കഴിയട്ടെ, അപ്പോൾ അദ്ദേഹം ഇപ്പോഴത്തെ ഷോക്കിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവും. അതിനുശേഷം അദ്ദേഹത്തോട് തന്നെ സത്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എത്രയും വേഗം കിരണിനെ ആ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറ്റി തരൂ. അങ്ങനെ വന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാകൂ എന്ന്